ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അടിക്കടി ഉണ്ടാവുന്ന ഹർത്താലുകൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് വിദ്യാർത്ഥികളുടെ വിലപ്പെട്ട പ്രവൃത്തി ദിവസങ്ങളെയാണ്. അത് ഈ വർഷം റെക്കോർഡ് കടന്നിരിക്കുന്നു. പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങളും മിന്നൽ ഹർത്താലുകളും മറികടന്നുള്ള ചുരുങ്ങിയ ദിനങ്ങളാണ് ഈ വർഷം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്. വാർത്തകൾ കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. പാർലമെന്റിനെയും നിയമസഭയെയും ദുരുപയോഗപ്പെടുത്തി രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കുകയാണ് RSSും BJPയുമെന്ന് മന്ത്രി EP ജയരാജൻ. ഹർത്താൽ ദിനങ്ങളിലും മറ്റ് സമര ദിവസങ്ങളിലും വിദ്യാലയങ്ങൾ പ്രവർത്തിക്കാൻ സംരക്ഷണം നൽകണമെന്ന് ഓൾ കേരള പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ. ജനാധിപത്യ പൊരുൾ നഷ്ടപ്പെടുത്തി ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ഫാസിസ്റ്റുകൾ ചെയ്യുന്നതെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി. നാൽപ്പത് അപേക്ഷകൾ പരിഹരിച്ച് വ്യവസായ അദാലത്ത് കോഴിക്കോട്ട്. വിശദമായ വാർത്തകളിലേക്ക്. പാർലമെന്റിനെയും നിയമസഭകളെയും ദുരുപയോഗപ്പെടുത്തി രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കുകയാണ് RSSും സംഘപരിവാറുമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ. ഫാസിസ്റ്റ് നയങ്ങൾ പിന്തുടരുന്ന ഈ രണ്ട് പാർട്ടികളെയുമാണ് ആദ്യം രാജ്യത്തു നിന്നും നിരോധിക്കേണ്ടതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. പാർലമെന്റിൽ BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലവാരം പോലും ഇല്ലാതെ ഒരു തറനില പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ നേതാവിന് മാത്രമേ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റൂ. ഈ കേരളത്തിൻ്റെ അനുഭവമുള്ള ഏതെങ്കിലും ഒരു BJP നേതാവിന് പറയാൻ പറ്റുമോ? ഇവിടെ അക്രമം നടത്തിയ ആളുകളെ തല്ലിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും കുത്തിക്കൊല്ലുകയും മാധ്യമക്കാരെ മുഴുവൻ ആക്രമിക്കുകയും ഒക്കെ ചെയ്ത് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസ് നടപടി എടുക്കുന്നു. അതിനെതിരായിട്ടുള്ളതാണ് ഈ പാർലമെൻറ്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗം. അതിനാണ് പാർലമെൻറ്റിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പാർലമെൻറ്റിനെയും നിയമസഭകളെയും ദുരുപയോഗപ്പെടുത്തി രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കുന്നത് BJP സംഘപരിവാറുമാണ്. രാജ്യത്തിലെ ഫാസിസ്റ്റ് ഭീകര സംഘടനയാണ് RSS, സംഘപരിവാർ BJP. ആദ്യം ഇന്ത്യയിൽ നിരോധിക്കേണ്ടത് RSSനെയും സംഘപരിവാറിനെയുമാണ്. അവരാണ് രാജ്യം മുഴുവൻ കലാപമുണ്ടാക്കുന്നത്. ഹർത്താൽ ദിനങ്ങളിലും മറ്റ് സമര ദിവസങ്ങളിലും വിദ്യാലയങ്ങൾ പ്രവർത്തിക്കാൻ സംരക്ഷണം നൽകണമെന്ന് ഓൾ കേരള പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നിർബന്ധിത സമരങ്ങളും പഠിപ്പ് മുടക്കുകളും ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നും ഭാരവാഹികൾ കോഴിക്കോട്ട് പറഞ്ഞു. നിർബന്ധിത സമരങ്ങളും പഠിപ്പ് മുടക്കുകളും മൂലം പഠനവും പഠന നിലവാരവും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് സ്കൂളുകൾ ഒറ്റക്കെട്ടായി ഇത്തരം നിർബന്ധിത ഹർത്താലുകളെ ചെറുക്കുക എന്ന തീരുമാനമാണ് പ്രൈവറ്റ് സ്കൂൾ ഓണേഴ്സ് അസോസിയേഷൻ എടുത്തിരിക്കുന്നത്. കോഴിക്കോട് ചേർന്ന CBSE അൺഎയ്ഡഡ്, എയ്ഡഡ്, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളുടെയും അസോസിയേഷനുകളുടെയും ഭാരവാഹികളുടെ സംയുക്ത കൺവെൻഷനാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഇനിയുള്ള ദിവസങ്ങൾ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഡേയ്സാണ്. സ്കൂൾ ഡേ, ആനുവൽ ഡേ, ഫൈൻ ആർട്സ് ഡേ, സ്പോർട്സ് ഡേ എന്നൊക്കെ പറയുന്നുള്ള ദിവസങ്ങൾ മാറ്റിവെക്കേണ്ട ദിവസങ്ങൾ കൂടി നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ 3 മാസത്തിൽ എത്ര ദിവസം കൂടി നമുക്ക് കിട്ടുമെന്നുള്ളത് പരിശോധിക്കാം. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ കേരളത്തിൽ 90ഓളം ഹർത്താൽ ദിനങ്ങളാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന തലത്തിലും പ്രാദേശിക തലത്തിലും ഉള്ളത് കൂട്ടുമ്പോൾ 120-നടുത്ത് വരും. ഇതിനാൽ 250 പ്രവൃത്തി ദിവസങ്ങൾ വേണമെന്ന നിയമം പാലിക്കുവാൻ കേരളത്തിലെ സ്കൂളുകൾക്ക് കഴിയുന്നില്ലെന്നും യോഗം വിലയിരുത്തി. അഖിലേന്ത്യാ സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളെയാണ് ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത്. സർക്കാർ സ്കൂളുകൾക്കും സംസ്ഥാന സർക്കാരിന്റെ സഹായവും മറ്റെല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന സ്കൂളുകൾക്ക് പോലും പഠന നിലവാരം പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. ഈ കുറവ് ഒരു പരിധിവരെ പരിഹരിക്കുന്നത് CBSE, ICSE, അൺഎയ്ഡഡ്, റെക്കഗ്നൈസ്ഡ് സ്കൂളുകളാണെന്നാണ് അവകാശവാദം. ഹർത്താൽ ദിവസം സ്കൂളുകളെ ഒഴിവാക്കണമെന്നും ഹർത്താൽ ദിവസങ്ങളിലും സ്കൂളുകൾ പ്രവർത്തിക്കുന്നതിന് മതിയായ സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ഈ കാര്യത്തിൽ രക്ഷകർത്താക്കളുടെ സഹകരണം ഉണ്ടാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു.
അതല്ലെങ്കിൽ ഹർത്താലുകളിൽ നിന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൽ എയ്ഡഡ് എന്നോ അൺഎയ്ഡഡ് എന്നോ സർക്കാർ സ്കൂളുകളെന്നോ ഒന്നും വ്യത്യാസമില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരെ ഒഴിവാക്കണം എന്ന് ഇവിടെ ചേർന്നിട്ടുള്ള വിദ്യാലയ മേധാവികളുടെ കൂട്ടായ്മ ആവശ്യപ്പെടുകയാണ്. പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെന്റ് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് നിസാർ ഒളവണ്ണ, സെക്രട്ടറി മുരളീധര മേനോൻ, പ്രൊഫസർ പി കുട്ടിയാലിക്കുട്ടി, അപ്പെക് ഗ്രൂപ്പ് ചെയർമാൻ വി ആലിക്കോയ, ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി അംഗം മുസ്തഫ മുണ്ടുപാറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനാധിപത്യത്തിന്റെ പൊരുൾ നഷ്ടപ്പെടുത്തി ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് കേരളത്തിൽ ഫാസിസ്റ്റുകൾ ചെയ്യുന്നതെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി കോഴിക്കോട് കിഡ്സൺ കോർണറിൽ സാംസ്കാരിക പ്രവർത്തകരുടെ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തെ കലാപഭൂമിയാക്കരുതെന്നാവശ്യപ്പെട്ടാണ് എഴുത്തുകാരും കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും കിഡ്സൺ കോർണറിൽ പ്രതിഷേധിച്ചത്. പ്രതിഷേധ ധർണ സാഹിത്യകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഫാസിസ്റ്റുകൾ വളരെ നിഷ്ഠൂരമായാണ് കേരളത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്നതെന്നും വിനാശകരമായ വർഗീയ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. വിശ്വാസത്തിന്റെ പേരിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇവർ വിശ്വാസികളല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ ആസൂത്രിതമായി കേരളത്തെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഈ ഫാസിസ്റ്റ് ഹിന്ദുത്വ ശക്തികളുടെ ഭാഗത്തുണ്ടായിട്ട്. തുറന്ന കടകൾ അടപ്പിക്കാനുള്ള അഭ്യർത്ഥന നടത്തുക, അതിൻ്റെ പേരിൽ ചില വാക്തർക്കങ്ങൾ ഉണ്ടാവുക എന്നെല്ലാം പതിവാണ്. അടഞ്ഞു കിടക്കുന്ന കടകൾ തല്ലി നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കലാപം തന്നെയാണ്. അതിൻ്റെ പിറകിൽ വിനാശകരമായിട്ടുള്ള വർഗീയ അജണ്ടയും നമുക്ക് കാണാൻ കഴിയും. ധർണയിൽ KT കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായിരുന്നു. KEN കുഞ്ഞഹമ്മദ്, PK പാറക്കടവ്, അജിത, KKN കുറുപ്പ്, ലോഹ്യ, കിഷൻ ചന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക സാഹിത്യ കലാരംഗത്തെ പ്രശസ്തർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു. വ്യവസായ അദാലത്തിന് 40 അപേക്ഷകൾ പരിഹരിച്ചതായി മന്ത്രി EP ജയരാജൻ. 106 അപേക്ഷകൾ പരിഗണിച്ചതിൽ 26 എണ്ണം സർക്കാരിന്റെ അനുമതിക്കും 40 എണ്ണം മറ്റ് വകുപ്പുകളുടെ അനുമതികൾക്കുമായി സമർപ്പിച്ചിരിക്കുകയാണ്. പുതിയ 35 അപേക്ഷകളും അദാലത്തിൽ മന്ത്രി സ്വീകരിച്ചു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വ്യവസായ അദാലത്തിൽ 40 അപേക്ഷകൾ പരിഹരിച്ചതായി വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ പറഞ്ഞു. 106 അപേക്ഷകൾ പരിഗണിച്ചതിൽ 26 എണ്ണം സർക്കാരിന്റെ അനുമതിക്കും 40 എണ്ണം മറ്റ് വകുപ്പുകളുടെ അനുമതിക്കുമായി സമർപ്പിച്ചിരിക്കുകയാണ്. പുതിയ 35 അപേക്ഷകളും അദാലത്തിൽ മന്ത്രി സ്വീകരിച്ചു. കാലതാമസം കൂടാതെ പരാതികളിൽ മേൽ പരിഹാരം കാണുമെന്ന് മന്ത്രി പറഞ്ഞു. ജില്ലാതലത്തിൽ ലഭിക്കുന്ന അപേക്ഷകൾ ഫയലിൽ ഒതുക്കരുതെന്നും ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ കൊണ്ട് അപേക്ഷകർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവരുതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അദാലത്തിൽ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളും ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശങ്ങളും 10 ദിവസത്തിനകം നടപ്പിലാക്കണമെന്നും മന്ത്രി പറഞ്ഞു. കാലതാമസം ഉണ്ടാവുകയാണെങ്കിൽ രേഖാമൂലം കാരണം അറിയിക്കാനും ഉപേക്ഷ കാണിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുപോലെ ചെറുകിട വ്യവസായങ്ങൾ, സ്വകാര്യ മേഖലയിൽ തന്നെയുള്ള വ്യവസായങ്ങൾ, അവയ്ക്കൊക്കെ പ്രോത്സാഹനം കൊടുക്കാൻ വ്യവസായികൾ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കുകയും അത് ആ ഘട്ടങ്ങളിൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇരുത്തി ഓരോ വിഷയവും പരിഹരിക്കുക എന്നുള്ള നിലയിലാണ് ഈ അദാലത്ത് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് തന്നെ ഞാൻ നമ്മുടെ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മേധാവികൾ, ജില്ലാ മേധാവികളെ പ്രത്യേകം വിളിച്ചു ചേർത്തിരുന്നു. വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ K ബിജു, സബ് കളക്ടർ V വിഘ്നേശ്വരി, ADM റോഷ്നി നാരായണൻ, അസിസ്റ്റന്റ് കളക്ടർ KS അഞ്ജു, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ PI നജീബ്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി M പ്രകാശൻ മാസ്റ്റർ, വകുപ്പ് ഉദ്യോഗസ്ഥർ, വ്യവസായ സംരംഭകർ, ചെറുകിട വ്യവസായ സംരംഭകർ എന്നിവർ പങ്കെടുത്തു. വാർത്തകളിൽ ഒരു ഇടവേള. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബ്ലൂ മൂൺ ഡയമണ്ട് ഫെസ്റ്റ് ഡിസംബർ 1 മുതൽ 31 വരെ ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ സ്റ്റോക്കും സെലക്ഷനും, ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫേഴ്സ്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, 25 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം, 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം, 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഊട്ടി, മൂന്നാർ, തേക്കടി, ആലപ്പുഴ എന്നിവിടങ്ങളിലെ റിസോർട്ടുകളിൽ സൗജന്യ താമസം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്ന് കണ്ണടക്ക്, തുറന്നോളൂ. എന്താ ഇതാണ് കോംബോ. കല്യാൺ സിൽക്സിന്റെ കോംബോ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോംബോ ഉത്സവം. നേടൂ 3 ഇരട്ടി ലാഭം ഓരോ ഷോപ്പിംഗിലും ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹായ്, അവിടുത്തെ വിശേഷം പറയൂ. കണ്ണടക്ക്.
ഇതിലും വലിയ കോംബോ ഓഫർ കല്യാൺ സിൽക്സ്. ചരിത്രനഗരിക്ക് ആഘോഷമധുരിമ സമ്മാനിച്ചുകൊണ്ടിതാ തീരദേശ രക്ഷാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഫൺവേൾഡ് ബാംഗ്ലൂരുമായി കൈകോർത്തുകൊണ്ട് സമർപ്പിക്കുന്നു മഴവിൽ കാർണിവൽ. മഴവിൽ കാർണിവൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ഡിസംബർ 14 മുതൽ. പ്രദർശനം എല്ലാ ദിവസവും വൈകിട്ട് 4 മണി മുതൽ രാത്രി 9:30 വരെ. കൺസ്യൂമർ സ്റ്റാളുകൾ, ഓട്ടോ ഷോ, ഫുഡ് കോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, ആനിമട്രോണിക് ആനിമൽസ് തുടങ്ങി കാണാനും അറിയാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും നിരവധി വിസ്മയങ്ങളുമായി മഴവിൽ കാർണിവൽ ഡിസംബർ 14 മുതൽ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ. ജനുവരി 5 മുതൽ 13 വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കോഴിക്കോട് റാം മോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, പ്രഷ്യസ് സ്റ്റോൺ എന്നിവയിൽ വിദഗ്ധ കലാകാരന്മാർ തീർത്ത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. ഒപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ ഡിസ്കൗണ്ടുകളും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടിയിൽ BJP പ്രവർത്തകന്റെ വീടിനു നേരെ ബോംബേറ്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെ ഉഗ്രശേഷിയുള്ള സ്റ്റീൽ ബോംബാണ് വിയ്യൂർ കൊയിലിയിൽ വീട്ടിൽ ഗോപിയുടെ വീടിനു നേരെ എറിഞ്ഞത്. ആളപായമില്ല. കൊയിലാണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊയിലാണ്ടി വിയ്യൂരിൽ BJP പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറ്. കൊയിലി വീട്ടിൽ ഗോപിയുടെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സ്റ്റീൽ ബോംബ് എറിഞ്ഞത്. വീടിന്റെ വാതിലും ജനൽച്ചില്ലുകളും തകർന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ സമാനമായ രീതിയിൽ ഇതേ വീടിനു നേരെയും ആക്രമണം ഉണ്ടായതായി ഗോപി പറഞ്ഞു. ഓട്ടോ ഡ്രൈവറാണ് ഗോപി. മകൻ അതുൽ സജീവ BJP പ്രവർത്തകനുമാണ്. ഉഗ്രശേഷിയുള്ള സ്റ്റീൽ ബോംബാണെന്ന് പോലീസ് പറഞ്ഞു. ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊയിലാണ്ടി CI ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് P ജയചന്ദ്രൻ, സെക്രട്ടറി VK ജയൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗം VK പത്മനാഭൻ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. വീട് അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ 4 കേസുകളാണ് കൊയിലാണ്ടി പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഒരാളെ പിടികൂടിയിട്ടുണ്ട്. പ്രദേശത്ത് പോലീസ് പട്രോളിംഗും വീടിന് കാവലും ഏർപ്പെടുത്തി. ജില്ലാ ഭരണകൂടം വ്യാപാരികൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി കോർപ്പറേഷൻ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. EK വിജയൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബർ 8 തീയതി SM സ്ട്രീറ്റിലെയും അനുബന്ധ റോഡിലെയും വ്യാപാരികളുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ നിരാഹാര സമരത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ ജില്ലാ ഭരണകൂടം വ്യാപാരികൾക്ക് ഉറപ്പുകൾ നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ അന്ന് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തതിന്റെ ഭാഗമായാണ് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വ്യാപാരികൾ ധർണ സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി EK വിജയൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നവീകരണത്തിന്റെ പേരിൽ വാഹനങ്ങൾ നിരോധിച്ചുകൊണ്ട് മിഠായി തെരുവിനെ അധികൃതർ ബന്ദിയാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാണിജ്യ തെരുവായി മിഠായി തെരുവ് മാറുമെന്ന് പ്രതീക്ഷിച്ചാണ് നിർമ്മാണ പ്രവർത്തികളിൽ സഹകരിച്ചതെന്നും എന്നാൽ തികച്ചും വിരുദ്ധമായാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മഹാനഗരത്തിൽ വന്നു ചേരുന്ന 10,000-കണക്കിന് ആളുകൾ നിർബന്ധമായും കണ്ടുപോകേണ്ട ഒരു പോയിന്റായി, ഒരു വാണിജ്യ തെരുവായി ഈ മിഠായി തെരുവ് രൂപപ്പെടുമെന്നും അങ്ങനെ രൂപപ്പെടുന്ന മിഠായി തെരുവിൽ അവിടുന്ന് ഇന്ന് വ്യാപാരം ചെയ്യുന്ന വ്യാപാരികൾക്ക് സുഗമമായി തങ്ങളുടെ വ്യാപാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ശുഭപ്രതീക്ഷയിലാണ് വ്യാപാരി വ്യവസായ സമിതി പോലുള്ള ജനപക്ഷ വ്യാപാരി സംഘടനകൾ ആ പരിപാടിയുടെ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലപാട് സ്വീകരിച്ചത്. പക്ഷെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്തുദ്ദേശത്തിലാണോ വ്യാപാരി സമൂഹം വലിയ ത്യാഗബോധത്തോടുകൂടി ആ പദ്ധതിയോട് സഹകരിച്ചത്, അതിന് തികച്ചും വിരുദ്ധമായ നിലയിലാണ് കാര്യങ്ങൾ പോയത്. മിഠായി തെരുവിലെ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. നവാസ് കൊയ്ശ്ശേരി ധർണയിൽ അധ്യക്ഷനായിരുന്നു. K അനിൽകുമാർ, M കുഞ്ഞിമോൻ, KP ജീവൻ, TP സാഹിദ്, P അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ജനുവരി 8, 9 തീയതികളിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന് KUWJയും KNEFും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഐക്യദാർഢ്യ പ്രകടനം പ്രസ് ക്ലബിന് മുന്നിൽ നിന്നും ആരംഭിച്ച് SK പ്രതിമയ്ക്ക് സമീപം സമാപിച്ചു. സംഘടനാ ഭാരവാഹികൾ നേതൃത്വം നൽകി. ജനുവരി 8, 9 തീയതികളിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന് KUWJ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും KNEF ജില്ലാ കമ്മിറ്റിയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഐക്യദാർഢ്യ പ്രകടനം പ്രസ് ക്ലബിന് മുന്നിൽ നിന്നും ആരംഭിച്ചു. നഗരം ചുറ്റി മിഠായി തെരുവ് SK പ്രതിമയ്ക്ക് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ KUWJ ജില്ലാ പ്രസിഡന്റ് K പ്രേംനാഥ് അധ്യക്ഷനായി. പത്രമാധ്യമ രംഗത്ത് തൊഴിലാളികൾ നിരന്തരം ചൂഷണങ്ങൾക്ക് വിധേയരാവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു.
ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ആവശ്യമാണെന്നും ദേശീയ പണിമുടക്കിൽ തൊഴിലാളി സംഘടനകൾക്കൊപ്പം KUWAJയും ഭാഗമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ നിലവിലുള്ള നിയമമനുസരിച്ച് കഴിയുന്നില്ല. ഇതിനെല്ലാം എതിരെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളി വർഗവും ചേർന്ന് ഒരു പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പണിമുടക്കിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും കേരളത്തിലെ പത്രപ്രവർത്തകരും ജീവനക്കാരും ചേർന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. KNEF ജില്ലാ സെക്രട്ടറി VA മജീദ്, KUWAJ ജില്ലാ സെക്രട്ടറി വിപുൽനാഥ്, CPM സയ്യിദ്, EP മുഹമ്മദ്, KNEF സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രകാശൻ, ട്രഷറർ സനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. KUWAJ KNEF പ്രവർത്തകരും പ്രകടനത്തിൽ പങ്കെടുത്തു. അക്കാദമി ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സംഘടിപ്പിക്കുന്ന നവോത്ഥാനം അന്താരാഷ്ട്ര കൊളോക്യം ജനുവരി 11, 12, 13 തീയതികളിൽ കോട്ടക്കലിൽ നടക്കും. മലേഷ്യ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി HOD ഡോക്ടർ റദ്വാൻ ജമാൽ യൂസുഫ് എലക്ട്രാഷ് ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പ്രശസ്ത വാഗ്മികളും പങ്കെടുക്കും. ISM സംസ്ഥാന സമിതിയുടെ വിദ്യാഭ്യാസ വിഭാഗമായ അക്കാദമി ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സംഘടിപ്പിക്കുന്ന നവോത്ഥാനം സംബന്ധിച്ച അന്താരാഷ്ട്ര കൊളോക്യം ജനുവരി 11, 12, 13 തീയതികളിൽ കോട്ടക്കലിൽ വെച്ച് നടക്കും. നവോത്ഥാനത്തിന്റെ വൈവിധ്യത്തെ ജ്ഞാനശാസ്ത്രപരമായും ചരിത്രപരമായും വിശകലന വിധേയമാക്കുക എന്നതാണ് കൊളോക്യം ലക്ഷ്യം വെക്കുന്നത്. നമ്മൾ ലക്ഷ്യമിടുന്നത് നവോത്ഥാനവും റീഫോമും വിവിധ തലത്തിൽ അർത്ഥവ്യത്യാസങ്ങൾ സംഭവിക്കുകയും ഉപയോഗക്ഷമത വ്യത്യസ്തമാവുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ നവോത്ഥാനത്തിന്റെ പുതുദിശ നിർണ്ണയിക്കാൻ ഉതകുന്ന 12ഓളം സെഷനുകളുണ്ട്. 60ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സെഷനോടെ ഇന്റർനാഷണൽ കൊളോക്യം ആരംഭിക്കും. സെഷനിൽ ഡോക്ടർ ശശി തരൂർ MP, PK കുഞ്ഞാലിക്കുട്ടി MP, അബ്ദുസമദ് സമദാനി, ഡോക്ടർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന്, KNM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ EK അഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിക്കുമെന്നും ISM ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബ്ലൂ മൂൺ ഡയമണ്ട് ഫെസ്റ്റ് ഡിസംബർ 1 മുതൽ 31 വരെ ലോകോത്തര നിലവാരത്തിലുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ സ്റ്റോക്കും സെലക്ഷനും ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫേഴ്സ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 25 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം. 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഊട്ടി, മൂന്നാർ, തേക്കടി, ആലപ്പുഴ എന്നിവിടങ്ങളിലെ റിസോർട്ടുകളിൽ സൗജന്യ താമസം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. രോഗം വന്ന് കൂമ്പടഞ്ഞ് വാഴയാണിത്. ഈ അഗ്രോക്കറി ഉപയോഗിച്ച ശേഷമാണ് കൊലച്ചത്. വാഴപ്പോളയ്ക്ക് ഈ ചുവപ്പ് നിറം വരുന്ന കൊക്കാൻ രോഗമുണ്ട്. അത് വന്ന വാഴയ്ക്ക് ഇത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വരുന്നുണ്ട്. ഈ വാഴയ്ക്ക് അഗ്രോക്കർ ഒഴിക്കാൻ മരുന്ന് അടിക്കാൻ തുടങ്ങിയ ശേഷം ഇതിനകത്ത് പന്നി തീരെ വരുന്നില്ല. അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഈ വാഴയെല്ലാം കുത്തി മുഴുവൻ പന്നി നശിപ്പിച്ച് കളയാറുണ്ട്. ഉൽപാദകർ നാനോ മിനി ഫാർമ LLP, ജവഹർ നഗർ, കോഴിക്കോട്. മൊബൈൽ 9447177058 9495977058. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു ആർട്ടിസ്ട്രി ബ്രാൻഡഡ് ജ്വല്ലറി ഷോ. ജനുവരി 5 മുതൽ 13 വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ കോഴിക്കോട് റാം മോഹൻ റോഡിലുള്ള ഷോറൂമിൽ ഗോൾഡ്, ഡയമണ്ട്, പ്രഷ്യസ് സ്റ്റോൺ എന്നിവയിൽ വിദഗ്ധ കലാകാരന്മാർ തീർത്ത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. ഒപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ ഡിസ്കൗണ്ടുകളും. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. 25 വർഷം മുൻപുള്ള ഓർമ്മകൾ അയവിറക്കി വീണ്ടും ഒരിക്കൽ കൂടി പഴയ പ്രീ ഡിഗ്രിക്കാർ പ്രിയപ്പെട്ട കലാലയത്തിൽ ഒത്തുചേർന്നു. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ 91-93 കാലത്തെ പ്രീ ഡിഗ്രി ബാച്ചിന്റെ ഒത്തുചേരൽ ഓരോരുത്തർക്കും മറക്കാത്ത അനുഭവമായി. 25 വർഷത്തെ പഴക്കമുണ്ടായിരുന്നു അവരുടെ സൗഹൃദത്തിന്. ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ആ കലാലയ മുത്തശ്ശിക്ക് മുന്നിൽ അവർ വീണ്ടും പഴയ പ്രീ ഡിഗ്രിക്കാരായി. കോളേജ് വരാന്തയിലൂടെ മനസ്സിൽ പ്രണയമൊളിപ്പിച്ച് കുസൃതിത്തരങ്ങളുമായി കറങ്ങി നടന്നതിൻ്റെ ഓർമ്മകളിൽ അവർ വീണ്ടും നടന്നു. ഇത്തവണ പക്ഷേ ബാൻഡുമേളവും പാട്ടും ഡാൻസും ഉണ്ടായിരുന്നു. പഴയ കൗമാരക്കാരുടെ മുഖത്ത് പ്രായത്തിൻ്റെ പക്വത വന്നിരുന്നെന്ന് മാത്രം. എങ്കിലും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന പഴയ പ്രണയങ്ങൾ അവർ സങ്കോചമില്ലാതെ തുറന്നു പറഞ്ഞു. പരസ്യമായി റോസാപ്പൂക്കൾ കൈമാറി. ഹാളിൽ തിങ്ങി നിറഞ്ഞിരുന്ന പഴയ കുട്ടികൾ ആർത്തു ചിരിച്ചു. 1991-93 കാലത്തെ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ പ്രീ ഡിഗ്രി ബാച്ചുകാരാണ് ഇത്തരമൊരു കൂടിച്ചേരലിന് കോളേജിൽ തന്നെ വേദിയൊരുക്കിയത്. 8 ഡിവിഷനുകളിലായി പഠിച്ചിരുന്ന ആർട്സ്, സയൻസ് ഗ്രൂപ്പിലെ 300 പേർ പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാവരുടെയും ഓർമ്മകളിൽ അന്നത്തെ പ്രീ ഡിഗ്രി കാലം നിറഞ്ഞു നിന്നിരുന്നു. 91-93 കാലഘട്ടത്തിലെ പ്രീ ഡിഗ്രിക്കാരനായി ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള നേട്ടം. അതിൽ ഞങ്ങളെല്ലാവരും സന്തോഷവാന്മാരാണ്.
സ്വന്തം ക്ലാസ് മുറികളിൽ പഴയ അതേ സ്ഥാനത്ത് തന്നെ ഇരുന്നു കൊണ്ടായിരുന്നു തുടക്കം. ക്ലാസ് എടുക്കാൻ അധ്യാപകരില്ലായിരുന്നു എന്ന് മാത്രം. പിന്നീട് മെയിൻ ഹാളിൽ ആട്ടവും പാട്ടും അധ്യാപകരെ ആദരിക്കലും. നറുക്കെടുപ്പുകളിലെ മെഗാ സമ്മാനമായ ഐഫോൺ 3rd ഗ്രൂപ്പിലെ മനോജിനായിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം എക്കാലത്തേക്കും ഓർത്തുവെക്കാനായി ഒരു വലിയ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ശേഷം ആ പഴയ പ്രീ ഡിഗ്രിക്കാർ തങ്ങളുടെ പ്രിയപ്പെട്ട കലാലയത്തിന്റെ പടിയിറങ്ങി. സോയപ്പൻ സെബാസ്റ്റ്യൻ, ജിഷ പള്ളിക്കാർ, അനീഷ് പറമ്പത്ത്, ഷാജഹാൻ, സീമ ബോസ്, മഞ്ജുനാഥ്, ജസീൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആറാമത് 24 ഫ്രെയിം ശാന്താദേവി പുരസ്കാരവും അവാർഡ് ദാനവും കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെയാണ് അവാർഡ് നൽകി ആദരിച്ചത്. ഫ്രെയിം 24 ശാന്താദേവി പുരസ്കാര വിതരണം കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നു. പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും അമ്മ എന്ന് പറയുന്നു. ശാന്തത്തെ ഒരു സാധാരണ നായർ കുടുംബത്തിൽ നിന്നും വന്ന് പിന്നെ ദേശത്തിൻ്റെയും പുറത്തേക്കും ആദരിക്കപ്പെടുന്ന അമ്മയായി മാറിയ പ്രഗത്ഭയായ നടി. നസീർ അലി കുഴിക്കാടൻ അധ്യക്ഷം വഹിച്ചു. വിജയൻ കാരന്തൂർ, ചന്ദ്രശേഖരൻ തിക്കോടി, ദിലീപ് ദേവപ്രസാദ്, രാഘവൻ പുറക്കാട്, ദേവസ്കുട്ടി എന്നിവർ സംസാരിച്ചു. ചലച്ചിത്രം, സീരിയൽ, ഹ്രസ്വചിത്രം, സാഹിത്യം, ആയോധനകല, സാംസ്കാരികം, നാടകം, പത്രപ്രവർത്തനം തുടങ്ങിയ മേഖലകളിലെ പ്രതിഭകൾക്കാണ് പുരസ്കാരങ്ങൾ നൽകിയത്. പരിപാടിയോടനുബന്ധിച്ച് സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഗാനമേളയും കലാപരിപാടികളും അരങ്ങേറി. ഫ്രെയിം 24 ഭാരവാഹികളായ ബിനു വണ്ടൂർ, ദിലീപ് ദേവപ്രസാദ്, മുഹമ്മദ് അലി KV, രാഘവൻ പുറക്കാട്, ദേവസ്കുട്ടി, വിനോദ് പാർപ്പിടം, ഡോക്ടർ അനിൽകുമാർ MA, R അനിൽ, ആശ രമേശ്, ഷാജി നാരായണൻ, ഷാജി പണിക്കർ, MA സേവ്യർ, ഗുരുപ്രസാദ്, ഉണ്ണി പുഴുകര, ഹംസ വെളിയില്ലത്ത്, വിജയരാജൻ, യൂസഫ് ചമ്മാട്, അലി ഉള്ളേരി, വിചിത്ര കണ്ണൂർ, അനിൽ നടുവത്ത്, രൂപേഷ് VR, AC സുധീന്ദ്രനാഥ്, ജിതിൻ കളരിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ചേമ്പുവീട്ടിൽ വേണുഗോപാലൻ നായർ മേപ്പാലങ്ങാട്ട് ശ്രീദേവി അമ്മ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നല്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. VKC മുഹമ്മദ് കോയ MLA ഉദ്ഘാടനം ചെയ്തു. ആദ്യ സംരംഭമായി ഫറൂഖ് താലൂക്ക് ആശുപത്രിക്ക് 10 വാക്കറുകൾ നൽകി. പരേതരായ ചേമ്പുവീട്ടിൽ വേണുഗോപാലൻ നായർ, മേലപ്പാട്ട് ശ്രീദേവി അമ്മ എന്നിവരുടെ സ്മരണാർത്ഥം രൂപീകരിച്ച ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ബേപ്പൂർ MLA VKC മുഹമ്മദ് കോയ നിർവഹിച്ചു. പലപ്പോഴും മറന്നുപോകുന്ന ഇപ്പോ വൃദ്ധസദനം തേടി പോകുന്ന ആളുകൾ കാരണം അച്ഛനും അമ്മയും നോക്കേണ്ടത് ഒരു ബാധ്യതയാണെന്ന് പോലും തോന്നാത്ത മക്കൾ വയസ്സുകാലത്ത് അവരെങ്ങനെ ഒഴിവാക്കാം എന്ന് ആലോചിക്കുന്നത് നമുക്ക് ഒരുപാട് കഥ നമുക്കിപ്പോൾ അറിയാം. പലപ്പോഴും നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ട്രസ്റ്റിന്റെ ആദ്യ സംരംഭമായി ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിന് 10 വാക്കറുകൾ ഉദ്ഘാടന ചടങ്ങിൽ ഫറൂഖ് മുനിസിപ്പൽ ചെയർപേഴ്സൺ കമറുൽ ലൈല ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലാലു ജോൺസിന് കൈമാറി. മുനിസിപ്പൽ കൌൺസിലറും ട്രസ്റ്റ് രക്ഷാധികാരിയുമായ ഉണ്ണികൃഷ്ണൻ തീയത്ത് അധ്യക്ഷം വഹിച്ചു. ട്രസ്റ്റ് ഉപദേശക സമിതി കൺവീനർ മോഹനൻ പൈക്കാട്ട്, ഫറൂഖ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധർമ്മ, കൌൺസിലർ P ബിജു, ഫറൂഖ് ESI ഹോസ്പിറ്റലിലെ ഡോക്ടർ അനിൽകുമാർ VK, ഉദയം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സുഗുണൻ P, മഴവിൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സോമസുന്ദരൻ P, നാട്ടരങ്ങ് കലാസമിതി സെക്രട്ടറി സുകുമാരൻ ആലമ്പറ്റ്, ട്രസ്റ്റ് ഉപദേശക സമിതി അംഗം V സുഭാഷ് എന്നിവർ സംസാരിച്ചു. ഇനി ബിസിനസ് വാർത്തകൾ. പ്രമുഖ ബ്രാൻഡഡ് ഡയമണ്ട് ജ്വല്ലറിയായ സണ്ണി ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ വിശാലമായ ഷോറൂം കോഴിക്കോട് മാവൂർ റോഡ് പറയഞ്ചേരി V-Zone ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ബ്രാൻഡഡ് ഡയമണ്ട് ജ്വല്ലറിയായ സണ്ണി ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം വിശാലമായ കാർ പാർക്കിംഗും ഒട്ടേറെ പുതുമകളും പുത്തൻ കളക്ഷനുകളുമായി കോഴിക്കോട് മാവൂർ റോഡിലെ പറയഞ്ചേരി V-Zone ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. സണ്ണി ഡയമണ്ട് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PV സണ്ണി, ഡയറക്ടർമാരായ സീന സണ്ണി, പ്രേം സണ്ണി, രോഹൻ സണ്ണി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.
പുതിയ ലോഞ്ചിലെ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് വൈവിധ്യവും വ്യത്യസ്തവുമാർന്ന പുതിയ കളക്ഷനുകൾ സ്വന്തമാക്കുവാനുള്ള സൗകര്യം ഇവിടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഇന്റേണലി ഫ്ലോലെസ് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻസ്, വെഡ്ഡിംഗ്, ഫ്യൂഷൻ, ഇറ്റാലിയൻ ഡിസൈനുകൾ തുടങ്ങി നിരവധി ഡിസൈനുകളുടെ വിപുലമായ ശേഖരവും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള ഡിസൈനർ കളക്ഷനും ഈ ഷോപ്പിൽ നമുക്ക് കിട്ടുന്നതാണ്. സണ്ണി ഡയമണ്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റേണലി ഫ്ലോലെസ് ഡയമണ്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാ ഡയമണ്ട്സും XXX ആണ്, എക്സലൻറ്റ് കട്ടാണ്, എക്സലൻറ്റ് പോളിഷ് സിമെട്രി ആണ്. 100% മണി ബാക്ക് നമ്മുടെ എല്ലാ ഡയമണ്ട്സിനും കൊടുക്കുന്നുണ്ട്. പുതിയ ഷോറൂമിൽ സണ്ണി ഡയമണ്ട്സ് ബ്രാൻഡഡ് കളക്ഷനുകൾ ലഭ്യമാണ്. ഉപഭോക്താക്കൾക്ക് പ്രത്യേകമായി ഡയമണ്ടിന്മേൽ 100% മണി ബാക്ക് ഗ്യാരണ്ടി, 100% ഇന്റേണലി ഫ്ലോലെസ് ഡയമണ്ടുകൾ, 1 വർഷത്തേക്ക് ഫ്രീ ഇൻഷുറൻസ്, ഓൺലൈൻ ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ഡിസൈനർമാരുടെ സേവനം എന്നിവയും ഉറപ്പു നൽകുന്നു. കൂടാതെ വിദഗ്ധരായ ഡയമണ്ട് എക്സ്പേർട്ടുകളുമായി സംവദിക്കുവാനും അനുയോജ്യമായവ സ്വന്തമാക്കുവാനും സണ്ണി ഡയമണ്ട്സ് അവസരമൊരുക്കുന്നുണ്ട്. നഗരത്തിരക്കുകളിൽ പെടാതെ എളുപ്പം എത്തിച്ചേരുവാനും വിശാലമായ പാർക്കിങ്ങിനും സൗകര്യപ്രദമായ ലൊക്കേഷൻ ഈ പുതിയ ഷോറൂമിനെ വ്യത്യസ്തമാക്കുന്നു. സണ്ണി ഡയമണ്ട്സ്, വിസോൺ ബിൽഡിംഗ്, പറയഞ്ചേരി, മാവൂർ റോഡ്. മികവുറ്റ കൈപുണ്യവുമായി രുചിയേറുന്ന സസ്യാഹാരങ്ങൾ വിളമ്പി കൃഷ്ണ റെസ്റ്റോറന്റ് കോഴിക്കോട് പാളയം തളി റോഡിൽ പ്രവർത്തനം തുടങ്ങി. മലബാർ ദേവസ്വം ബോർഡ് ഡിവിഷൻ കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. പരിചയസമ്പന്നരായ പാചകക്കാരുടെ മേൽനോട്ടത്തിൽ സ്വാദിഷ്ടവും കലർപ്പില്ലാത്തതുമായ വെജിറ്റേറിയൻ ഭക്ഷണം ഒരുക്കി കൃഷ്ണ റെസ്റ്റോറന്റ് പാളയം തളി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. മലബാർ ദേവസ്വം ബോർഡ് ഡിവിഷൻ കമ്മിറ്റി അംഗം ഹരിദാസൻ നിലവിളക്ക് തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും ബ്രാഹ്മണരുടെ മേൽനോട്ടത്തിലാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. നമ്പൂതിരിമാരെ ഭക്ഷണ രീതിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം നമ്പൂതിരിമാരെ രീതിയിലുള്ള സ്റ്റൈലിലെ ഭക്ഷണങ്ങളായിരിക്കും നമുക്കിവിടെ കൊടുക്കുന്നത്. എല്ലാവരും വരിക, നമ്മളെ ഭക്ഷണങ്ങൾ കഴിച്ച് നമുക്ക് വേണ്ട പ്രചോദനങ്ങളും തരിക. ഹരിശങ്കർ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, സന്ദീപ് നമ്പൂതിരി, ഹരിനാരായണൻ, ശ്രീജിത്ത് നമ്പൂതിരി, ഹരികൃഷ്ണൻ നമ്പൂതിരി എന്നിവരാണ് കൃഷ്ണ റെസ്റ്റോറന്റിന്റെ സാരഥികൾ. ഉദ്ഘാടനച്ചടങ്ങിൽ സുനിൽ നമ്പൂതിരിപ്പാട്, പാടേരി നവീൻ നമ്പൂതിരിപ്പാട്, കണ്ടമംഗലം മനോജ് നമ്പൂതിരി, മുൻ MLA MK പ്രേംനാഥ് എന്നിവർ സംബന്ധിച്ചു. ഉച്ചയൂണും പ്രാതൽ വിഭവങ്ങളും അടക്കമുള്ളവയാണ് ഭക്ഷണപ്രേമികൾക്കായി കൃഷ്ണ റെസ്റ്റോറന്റിൽ തയ്യാറാക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാർലമെന്റിനെയും നിയമസഭയെയും ദുരുപയോഗപ്പെടുത്തി രാജ്യത്തെ ജനാധിപത്യ മൂല്യങ്ങൾ തകർക്കുകയാണ് RSSും BJPയുമെന്ന് മന്ത്രി EP ജയരാജൻ. ഹർത്താൽ ദിനങ്ങളിലും മറ്റ് സമര ദിവസങ്ങളിലും വിദ്യാലയങ്ങൾ പ്രവർത്തിക്കാൻ സംരക്ഷണം നൽകണമെന്ന് ഓൾ കേരള പ്രൈവറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ. ജനാധിപത്യ പൊരുൾ നഷ്ടപ്പെടുത്തി ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ഫാസിസ്റ്റുകൾ ചെയ്യുന്നതെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി. നാൽപ്പത് അപേക്ഷകൾ പരിഹരിച്ച് വ്യവസായ അദാലത്ത് കോഴിക്കോട്ട്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.